കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക മണികിലുക്കി ചുവന്ന വസ്ത്രമണിഞ്ഞെത്തുന്ന ഓണപ്പൊട്ടന്മാരെയാണ്. ചമയങ്ങളണിഞ്ഞ ഓലക്കുടയും കയ്യിലേന്തി വരുന്ന ഓണപ്പൊട്ടന്മാരില്ലാതെ കടത്തനാടിന്റെ ഓണം പൂർണ്ണമാകില്ല. കുറ്റ്യാടി നിട്ടൂർ പന്തിരടി തറവാട്ടിൽ ഈ വർഷവും പതിവ് പോലെ ഓണപ്പൊട്ടന്മാർ കൂട്ടത്തോടെ എത്തിയ കാഴ്ച കണ്ണിനും മനസ്സിനും കുളിരേകി. നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായാണ് ഓണപ്പൊട്ടന്മാർ ഉത്രാട പുലർച്ചെ ഒന്നിച്ച് പന്തിരടിയിലെത്തുന്നത്. ഓലക്കുട ചൂടി മുഖത്ത് ചായങ്ങൾ തേച്ച് കയ്യിൽ മണികിലുക്കി ഒരു പ്രത്യേക താളത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങിയാണ് ഓണപ്പൊട്ടന്റെ വരവ്. കുറ്റ്യാടി നിട്ടൂരിലെ പന്തിരടി എട്ടുകെട്ടിൽ ഓണപ്പൊട്ടന്മാർ ഉത്രാട പുലർച്ചെ കൂട്ടത്തോടെ എത്തും. ഇതിനു പിന്നിലൊരു ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പന്തിരടി എട്ടുകെട്ടിന് കീഴിലായിരുന്നു പ്രദേശം. പന്തിരടിയിൽ ഓണപ്പൊട്ടൻ എത്തുക തിരുവോണത്തിന് വൈകിയായിരുന്നു. അന്നത്തെ പന്തിരടിക്കാരനവർ ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും ആദ്യം പന്തിരടിയിൽ എത്തണമെന്നും ഓണപ്പൊട്ടൻ കെട്ടുന്ന മലയ സമുദായക്കാരനവരോട് ആവശ്യപ്പെട്ടു. അതിന് പന്തിരിക്കരക്കടുത്ത് താമസ സൗകര്യം ഒരുക്കണമെന്ന് മലയ സമുദായക്കാരനവർ പന്തിരടിക്കാരനവരോട് ആവശ്യപ്പെട്ടു. പന്തിരിക്കടുത്തുള്ള വെള്ളപ്പൊലിപ്പിൽ എന്ന പ്രദേശം മലയ സമുദായക്കാർക്കായി പന്തിരടിക്കാരനവർ വിട്ടു നൽകുകയും ചെയ്തു. അന്നു മുതൽ ഓണപ്പൊട്ടന്മാർ ആദ്യം ഉത്രാടത്തിന് പന്തിരടിയിൽ എത്തിത്തുടങ്ങി. കാലമേറെ മുന്നോട്ട് നീങ്ങിയിട്ടും ആ ഉടമ്പടി പിൻതലമുറക്കാരായ മലയ സമുദായക്കാർ പാലിച്ചു വരുന്നു. നമ്മൾ കുറ്റ്യാടി പഞ്ചായത്തിൽ നെട്ടൂർ ദേശത്ത് ആചാരാനുഷ്ഠാനപരമായിട്ട് നടത്തി വരുന്ന ഓണപ്പൊട്ടൻ ഓണേശ്വരൻ ആണ്. അത്തന്നാൾ മുതൽ വ്രതത്തോടു കൂടിയിട്ട് നിന്നിട്ടാണ് നമ്മൾ ചമയങ്ങളും കാര്യങ്ങളും ഒരുക്കുന്നത്. ഉത്രാടപ്പാച്ചിലിൽ ആദ്യമായിട്ട് നെട്ടൂർ ദേശത്ത് തന്നെ പന്തിരടി മനയിലാണ് നമ്മൾ ആദ്യം എത്തുന്നത്. അതിനുശേഷം അവർ ആർക്കൊക്കെയാണ് ഓരോ ഭാഗത്തേക്ക് തരം തിരിച്ചു കൊടുത്തത് ആ ഭാഗങ്ങളിലാണ് നമ്മൾ ചെയ്തു പോരുന്നത്. ഈ വർഷവും ഓണപ്പൊട്ടൻ വേഷം കെട്ടിയ 9 പേരാണ് ഒന്നിച്ചെത്തിയത്. പന്തിരടി തറവാട്ടിലെത്തി ഓണക്കോടി സ്വീകരിച്ച് പന്തിരടിക്കടുത്ത് തന്നെയുള്ള കാരണവർ താമസിച്ചിരുന്ന കപ്പക്കാട്ട് വീട്ടിൽ കയറി അനുഗ്രഹിച്ച ശേഷം ഓരോരുത്തരായി വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായി. ഓണേശ്വരന്മാർ തിരുവോണ ദിവസം ആണ് ഇവിടെ വരുന്നത്. തിരുവോണത്തിന് വരുന്ന ഓണേശ്വരന്മാർ ഇവിടെ വൈകിട്ട് എത്തുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ ഈ കാരണവന്മാർ അവരായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ ദൂരെ നിന്നാണ് വരുന്നത്. വടയം എന്ന സ്ഥലത്തായിരുന്നു ഇവരുടെ താമസം. ഈ മലയ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഓണേശ്വരന്മാർ കെട്ടുന്നത്. അപ്പോൾ ഇവർ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ഈ രൂപത്തെ അവർ സ്വീകരിക്കുന്നത്. ഈ രൂപത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഓണപ്പൊട്ടൻ എന്ന പേര് വരാനുണ്ടായ സാഹചര്യം ഇവർ സംസാരിക്കില്ല. അത് ഈ മുഖത്ത് ഇതൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് വരിക. ഈ വായി മൂടിക്കൊണ്ടാണ് ഇവരെ രൂപമൊക്കെ ഉണ്ടാകുക. അന്ന് വെള്ളൊലിപ്പിലായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് അവർക്ക് താമസിക്കാൻ ഒരു വെള്ളൊലിപ്പ് എല്ലാ കുടുംബങ്ങളെയും വെള്ളൊലിപ്പിൽ നിന്ന് സ്ഥലം അവർക്ക് കൊടുത്തുകൊണ്ട് കാരണവന്മാർ അവരെ 10-40ഓളം ആൾക്കാരെ അവിടെ വീട് വെച്ച് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതിനുശേഷമാണ് അവർ ഈ ഉത്രാട നാളിൽ അതിരാവിലെ തറവാട്ടിൽ വന്ന് അതിൻ്റെ നന്ദി സൂചകമായി അതിൻ്റെ നന്ദി അറിയിക്കാൻ വേണ്ടി തറവാട്ടിലെത്തുകയും ആ തറവാട്ടിൽ നിന്ന് എല്ലാവരും എത്ര ഓണേശ്വരന്മാരെ കെട്ടുന്നുണ്ടോ അത്രയും ഓണേശ്വരന്മാർ തറവാട്ടിൽ വരികയും ഇവിടുന്ന് നെട്ടൂരപ്പനെ വണങ്ങുകയും അതിനുശേഷം കപ്പേക്കാട്ട് പോയി അവിടെ കാരണവർ താമസിച്ച വീടായിരുന്നു. അത് ഇതുണ്ടാക്കുന്ന സമയത്ത് കാരണവർ താമസിച്ച വീടാണ്. അവിടെയും പോയി വണങ്ങിയതിന് ശേഷമാണ് എല്ലാ ദിക്കിലേക്കും ഗൃഹസന്ദർശനത്തിന് പോകുന്നത്.